ഡിയർ സ്റ്റുഡൻസ്, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന്? പേരും തന്നെ മനസ്സിലാവും. ഇക്യു പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ പൊട്ടൻഷ്യൽ. ഈക്വൽ പൊട്ടൻഷ്യൽ. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ therefore എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സർഫസ് in an electric field. It is a surface in an electric field in which the potential has same value. The potential has same value at every point. At every point. So, an equipotential surface is a surface in an electric field in which the potential has same value at every point. ഒരു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് ഒരു എക്സാമ്പിൾ പറയാണ് പോസിറ്റീവ് ചാർജ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി ഈ ചാർജിന് ചുറ്റും നമ്മളൊരു സ്ഫെറിക്കൽ സർഫസ് വരെയാണ് വിചാരിച്ചു. സ്ഫെറിക്കൽ സർഫസ്. ഈ സ്ഫെറിക്കൽ സർഫസിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യലിന് സെയിം വാല്യൂ ആണ്. പൊട്ടൻഷ്യൽ ഹാസ് സെയിം വാല്യൂ. നമ്മൾ മറ്റൊരു സർഫസ് വരച്ചു വിചാരിക്കുക. ഈ സർഫസിലുള്ള എല്ലാ പോയിന്റിലും എന്താണ്? പൊട്ടൻഷ്യലിന് സെയിം വാല്യൂ. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ അല്ല, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ് ഓഫ് എ സ്ഫിയർ 1/4πε0 Q/r അല്ലേ? സർഫസിലൊരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലൊക്കെ ഉള്ള കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണ് 1/4πε0 Q/r. അപ്പം ഈ സർഫസിൻ്റെ റേഡിയസ് അല്ല, ഈ സർഫസിൻ്റെ റേഡിയസ്. അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആണ് ഇതിൽ നിന്നും. രണ്ട് സർഫസിനും ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലാണ്. പക്ഷേ ഈ ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഹാസ് സെയിം വാല്യൂ. അതേപോലെ ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം അറ്റ് എവറി പോയിന്റ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഇനി അപ്പോൾ നമുക്ക് ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളായിട്ട് പറയാം. അതായത് all spherical surfaces drawn around a point charge. All spherical surfaces drawn around a point charge are equipotential. നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു എ, അതേപോലെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു ബി. എ എന്ന പോയിന്റിലെയും ബി എന്ന പോയിന്റിലെയും പൊട്ടൻഷ്യൽസ് സെയിം ആണ്, സെയിം പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? VAB ഈക്വൽ ടു VB മൈനസ് VA ഈക്വൽ ടു 0. ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് തന്നെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്കൊരു ചാർജ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
the amount of work done is equal to 0. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് equipotential surface. That is, no work is done in moving a charge along an equipotential surface. അപ്പോൾ ഒരു equipotential surface means a surface in an electric field where the potential has same value at every point. For example, all spherical surfaces surrounding a point charge are equipotential. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ surface of any charged conductor. Surface of any charged conductor. അതെന്താണ്? equipotential surface. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡൈപോളിൻ്റെ കേസിൽ ഇക്വറ്റോറിയൽ ലൈനിലെ പോയിൻറ്റ്സ് പറഞ്ഞു. ഈ ഇക്വറ്റോറിയൽ ലൈൻസിലുള്ള എല്ലാ പോയിന്റിലും നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ 0 ആണ്, പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ ഈസ് ഓൾസോ ഇക്വിപൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സർഫസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഹാസ് same value at every point. Now, what are the properties of equipotential surface? There are some properties for equipotential surface. They are, first property ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്, that is എന്താണ്? No work is done. No work is done in moving a charge on an equipotential surface. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോർമൽ ടു equipotential surface. equipotential surface നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്വേർഡ്, ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു സ്ഫെറിക്കൽ സർഫസ്. therefore ഇലക്ട്രിക് ഫീൽഡ് ലൈനാണത്. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, അഥവാ നോർമലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മറ്റൊന്നാണ് ടു equipotential surface will never intersect. Two equipotential surfaces will never intersect. കാരണം എന്താ? ഒരു equipotential surface ഇതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, മറ്റൊരു equipotential surface ആണ് ഇത്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാല്യൂ അല്ല ഈ വാല്യൂ, ഈ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ അല്ല ഈ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ, അത് രണ്ടും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് വാല്യൂ വരും അല്ലേ, രണ്ട് വാല്യൂ വരും. അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താ? പൊട്ടൻഷ്യൽ ഹാസ് സെയിം വാല്യൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം ഈ പൊട്ടൻഷ്യലാണോ ഈ പൊട്ടൻഷ്യലാണോ എന്നുള്ളതാണ് അല്ലേ, അഥവാ രണ്ട് പൊട്ടൻഷ്യൽ വരാം. അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താ? പൊട്ടൻഷ്യൽ ഹാസ് സെയിം വാല്യൂ. സോ ടു equipotential surfaces will never intersect. നമ്മൾ മുമ്പ് ഇതേപോലെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ, ടു എന്തോന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യൂല, എന്തായിരുന്നത്? ടു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. അതേപോലെ തന്നെയാണ് ടു equipotential surfaces will never intersect. സോ equipotential സർഫസിൻ്റെ പ്രോപ്പർട്ടീസ്, മെയിൻ പ്രോപ്പർട്ടീസ് ആണ്: നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് എലോങ് ആൻ equipotential surface. സെക്കൻഡ് വൺ, ഇലക്ട്രിക് ഫീൽഡ്
lines are normal to equipotential surface, and third one, equipotential surfaces will never intersect. Next, electric potential energy of a system of two charges. Electric potential energy of a system of two charges. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞിരുന്നു, വർക്ക് ഡൺ ഇൻ മൂവിങ് ഓർ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകൾ എഴുതാം, Q1 Q2, which are separated by a distance r. ഇതാണ് സിസ്റ്റം ഓഫ് ടു ചാർജസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം ഓഫ് ടു ചാർജസ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ഫോം ദ സിസ്റ്റം. അതായത് ഈ രണ്ട് ചാർജുകൾ ഇൻഫിനിറ്റ് സെപ്പറേഷനിലാണ്. ഇനീഷ്യലി ദേ ആർ അറ്റ് ഇൻഫിനിറ്റ് സെപ്പറേഷൻ. ആ ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ നിന്ന് ഈ റിക്വയേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സെപ്പറേഷനിലേക്ക് ഈ രണ്ട് ചാർജുകളെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ഡിഫൈൻഡ് ആസ് the work done in bringing the charges from infinity to form the system. Now let us derive an expression for the electric potential energy of a system consisting of two charges Q1 and Q2. Here Q1 is a point charge which is at rest at the point A. A എന്ന് പറഞ്ഞ പോയിന്റിൽ Q1 പോയിന്റ് ചാർജ് ആണ് Q1, ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. Now B is a point at a distance r from the point A. Q2 is a charge which is at infinite separation from Q1. Q2 is another charge which is at infinite separation from the charge Q1. Q2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? The work done in bringing the charge Q2 from infinity to the point B. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് B ആണ്. സോ ഇവിടെ എ എന്ന പോയിന്റ് ചാർജ് ഉണ്ട്. എ എന്ന പോയിന്റിൽ Q1 എന്ന പോയിന്റ് ചാർജ്, B is a point at a distance r. Therefore potential due to Q1, potential due to Q1 at the point B is, എന്താ വരിക? നമ്മൾ പഠിച്ചതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. V ഈക്വൽ ടു എന്താ വരിക? പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 അറ്റ് ദ പോയിന്റ് B എന്ന് പറഞ്ഞാൽ എന്ത് വരും? V is equal to 1/4 pi epsilon 0 Q1 by R. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് B due to the point charge Q1. What is the meaning of this? Potential at the point B
ഈക്വൽ ടു 1/4πε0 Q1/r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ്. സോ V equal to 1/4πε0 Q1/r means the amount of work done in bringing unit positive charge from infinity to the point B. B എന്ന പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് ഇത്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് ബി. അതെങ്ങനെ കിട്ടും? ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ Q2 ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ. ഞാൻ പറയാറില്ലേ എപ്പോഴും, ഒരു മാങ്ങയ്ക്ക് 5 രൂപയാണെങ്കിൽ 5 മാങ്ങയ്ക്ക് എത്രയാണ്? അതുപോലെ അല്ലേ? ദാറ്റ് ഈസ് ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. Q2 ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതുകൊണ്ട് Q2നെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് W ഈക്വൽ ടു VQ2. Therefore Vക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4πε0 Q1 Q2/r. Now this work done is stored as the electric potential energy of the system of two charges. Potential energy is represented as U. Therefore the potential energy of a system of two charges is given by 1/4πε0 Q1 Q2/r. Q1 Q2/r. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 4 എക്സ്പ്രഷൻസ് ടോട്ടലായിട്ട് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് എല്ലാം കമ്പയർ ചെയ്ത് ഓരോ സ്റ്റെപ്പിലും കമ്പയർ ചെയ്ത് പഠിക്കും. ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? 1/4πε0 Q1 Q2/r². Then electric field due to a point charge 1/4πε0 Q/r². Then potential due to a point charge 1/4πε0 Q/r. Then potential energy of two charges, that is 1/4πε0 Q1 Q2/r. ഈ 4 ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ്. Now if the system contains 3 charges, that is Q1, Q2 and Q3. Q1 Q2 തമ്മിലുള്ള സെപ്പറേഷൻ R12. ഇത് R23 and this one R13. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി U of the system of 3 charges, U equal to 1/4πε0 into Q1 Q2/R12 plus Q2 Q3 divided by R23 plus Q1 Q3/R13 ആണ് വരിക. പൊട്ടൻഷ്യൽ എനർജി of the system containing 3 charges.